കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ സെയിം നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യാം. കൂടാതെ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം. പിന്നെ വ്യത്യസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഭർത്താക്കന്മാർ ഒരുപാട് നാളുകളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ഒരു സുപ്രധാനമായ ഒരു ഹൈക്കോടതി വിധിയിലൂടെ നമ്മളൊന്ന് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. പലപ്പോഴും ഭാര്യയും കുട്ടികളും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും യാതൊരു കാരണങ്ങളും ഇല്ലാതെ ഭാര്യയുടെ വീട്ടിലേക്ക് പോയി നിൽക്കുകയും ഭർത്താവിൻ്റെ വരുമാനത്തിനേക്കാളും 5 അതിൽ മടങ്ങോ സംഖ്യ ഭർത്താവിന് വരുമാനമുണ്ട് എന്ന് മെയിൻ്റനൻസ് കേസിൽ എഴുതി നല്ലൊരു തുക തട്ടിക്കെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ കോടതികളിൽ നമ്മൾ കണ്ടുവരാറുണ്ട്. പലപ്പോഴും അതൊരു ഇൻജസ്റ്റിസ് ആയിട്ടുള്ള തീരുമാനമാണ്. കാരണം പലപ്പോഴും ഭർത്താവിന് അത്രയ്ക്കും വരുമാനം ഉണ്ടോ എന്ന് ഭർത്താവിനോട് പോലും ചോദിക്കാതെയാണ് പലപ്പോഴും ഒരു എക്സ്പാർട്ടി ആയിട്ട് കോടതികളിൽ നിന്നും ഭാര്യമാർക്ക് അനുകൂലമായിട്ടുള്ള വിധികൾ ഉണ്ടാവാറായിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡ് എന്താണോ അതേ സ്റ്റാൻഡേർഡ് ഭാര്യയ്ക്കും കൊടുക്കണം എന്നുള്ളൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ വരുമാനമില്ലാത്ത ഒരു ഭർത്താവിന് കൂടുതൽ വരുമാനമുണ്ട് എന്ന് കാണിച്ചാലാണ് ഭാര്യമാർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നല്ലൊരു തുക ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാതെ തന്നെ അടിച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇല്ലാത്ത വരുമാനം ഭർത്താക്കന്മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ കോടതികളിൽ കാണുന്ന ഈ പ്രഹസനങ്ങളുമൊക്കെ കണ്ടുവരുന്നത്. എന്നാൽ വീണ്ടും നമ്മുടെ ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള പുതിയ ഒരു പോയിന്റ് ഇതാണ്: ഭാര്യയ്ക്ക് 5000 രൂപയും കുട്ടിക്ക് 1000 രൂപയും വേണമെന്നും ഭർത്താവിന് 35,000 രൂപ വരുമാനമുണ്ടെന്നും കാണിച്ചുകൊണ്ട് കുടുംബ കോടതിയിൽ ഭാര്യയും മകളും കൂടി മെയിൻ്റനൻസ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. എന്നാൽ ഇതിൽ തികച്ചും ഇൻജസ്റ്റിസ് ആണെന്നും തൻ്റെ വരുമാനം ഇത്രയ്ക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവ് ഹൈക്കോടതിയിലേക്ക് പോയി. കൂടാതെ ഭാര്യ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചറിൻ്റെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുള്ള ഭർത്താവിൻ്റെ ആ ഒരു ഫൈൻഡിങ്സും കോടതി ശരിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ തുടർന്ന് കോടതി പറഞ്ഞിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് ഫാമിലി കോർട്ട് കാൺട്ട് പാസ് എക്സ് പാർട്ടി മെയിൻ്റനൻസ് ഓർഡർ അണ്ടർ സെക്ഷൻ 125 CRPC വിത്തൗട്ട് ഇൻകം അഫിഡവിറ്റ് ഓഫ് വൈഫ്. ഭാര്യ നിർബന്ധമായും ഭാര്യയുടെ എന്ത് ചെയ്യണം, ഇൻകം അഫിഡവിറ്റ് ഫയൽ ചെയ്തിരിക്കണം എന്നാണ് കോടതി പറയുന്നത്. കൂടാതെ ഹൈക്കോർട്ട് in its order has referred a maintenance case back to the family court since the order was passed ex parte without any income affidavit submitted by the wife എന്നാണ് പറയുന്നത്. ഭാര്യ അഫിഡവിറ്റ് ഫയൽ ചെയ്യാത്ത കാരണം കൊണ്ട് ചെയ്തു ഈ കേസ് വീണ്ടും ഫാമിലി കോടതിയിലേക്ക് തന്നെ കോടതി തിരിച്ചയക്കുകയും ഉചിതമായ തിരുത്തലുകൾ വരുത്തുവാനായിട്ട് ഫാമിലി കോടതിയോട് ഉത്തരവിടുകയും ചെയ്തു. കൂടാതെ High Court emphasized that even though the order was passed ex parte, the affidavit of disclosure of assets and liabilities must be filed by the both parties in all maintenance proceedings as per directions given by Supreme Court എന്നാണ് പറയുന്നത്. അതായത് മെയിൻ്റനൻസ് കേസ് ഫയൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ ഭാര്യയും ഭർത്താവും അവരുടെ അസറ്റ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചർ മസ്റ്റായിട്ടും ഫയൽ ചെയ്തിരിക്കണം. അങ്ങനെ ഫയൽ ചെയ്യാത്ത കാലത്തോളം മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ 2021 ഗൈഡ് ലൈൻസ് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഫാമിലി കോടതിയോട് ഹൈക്കോടതി പറഞ്ഞു. കൂടാതെ ദ ഫാമിലി കോർട്ട് വാസ് ഡയറക്റ്റഡ് ടു പാസ് എ ഫ്രഷ് ഓർഡർ വിത്തിൻ 3 months while the husband was directed to pay the current maintenance till the modification of the earlier order. പുതിയ ഒരു ഓർഡറിൽ മോഡിഫിക്കേഷൻ വരുന്നത് വരെ ഫാമിലി കോടതി മുമ്പ് വിധിച്ച തുക എത്രയാണോ ആ തുക ഭാര്യയ്ക്കും മകൾക്ക് കൊടുക്കണം എന്നും കോടതി ഇതോടൊപ്പം പറഞ്ഞു. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. ഇതുപോലെ നിങ്ങളുടെ വരുമാനം എത്രയാണെന്നോ നിങ്ങളുടെ അസറ്റ് ലയബിലിറ്റീസ് എത്രയാണെന്നോ കൂടാതെ ഭാര്യയും ഈ വക സംഭവങ്ങളൊന്നും ഫയൽ ചെയ്യാതെ തികച്ചും ഇൻജസ്റ്റിസ് ആയിട്ട് അവിടെ പൈസയുടെ കാര്യത്തിൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേൽക്കോടതിയിൽ പോയി അനുകൂലമായ ഒരു വിധി സമ്പാദിക്കാമെന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.